അങ്ങനെ നമ്മൾ വീണ്ടും കാണുന്നു മദ്രാസ്കാരൻ കഴിഞ്ഞ ശേഷം 1.5 കൊല്ലമായി ഇപ്പോൾ. 1.5 കൊല്ലമായി. കൊല്ലത്തിൽ ഒരിക്കലും കാണുള്ളതാണ് എങ്ങനെയൊക്കെ മെസ്സേജുകൾ വരുന്നാലും. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ദൃഢമായിട്ട് ഒരു കാര്യം അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ ഇത് 3ാമത്തെ പോലീസ് വേഷം അല്ലേ? 3ാമത്തെ. ആദ്യത്തെ കൊറോണ പേപ്പേഴ്സ്, 2ാമത്തെ വേല. അല്ല, ആദ്യത്തെ ആയിരുന്നു വേല. ഷൂട്ട് ചെയ്തത്, പക്ഷെ ഇറങ്ങിയത് കൊറോണയ്ക്ക് ശേഷം വേല. പിന്നെ കൊറോണ പേപ്പേഴ്സ് പ്രിയൻ സാറിൻ്റെ പിന്നതായത്. അപ്പോൾ ഇതിൽ വ്യത്യസ്തമാണെന്ന് അറിയാം. എന്നാലും ഒരു കാര്യമുണ്ട്, ഒരു സിനിമ ഏറ്റെടുക്കുമ്പോൾ വീണ്ടും പോലീസോ എന്നൊരു മനസ്സിൽ വരാതെ ഈ സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? വേല ശരിക്കും ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയല്ല. കൊറോണ പേപ്പർ ആണെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ അല്ല, ഒരു തോക്ക് മിസ്സാവുന്നതിനെ ബേസ് ചെയ്തിട്ട് പോകുന്നൊരു SI. പുതിയൊരു ക്യാരക്ടർ വൈസ് പറയുമ്പോൾ ആദ്യമായിട്ട് ചാർജ് എടുക്കുന്ന SI, അത് കൊറോണയിലും ഇതിലും സെയിം ആണ്. പക്ഷേ കഥപരമായി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഒരു മർഡർ മിസ്റ്ററി അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ പറയാം. പക്ഷെ അല്ല, അതിനേക്കാളും അപ്പുറത്തേക്ക് ഒരു ഫസ്റ്റ് ടൈം ഒരു ആളൊരു ജോലിയിൽ കയറുന്ന ഒരു SI, അല്ലെങ്കിൽ ഏതൊരു ജോലിക്കും ആദ്യമായിട്ട് കയറുന്ന ഒരാളുടെ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും ഈ ക്യാരക്ടർ. വിജയ് രാധാകൃഷ്ണൻ അല്ലേ? വിജയ് രാധാകൃഷ്ണൻ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ പോലീസിൻ്റെ ഒരു റോൾ എടുക്കുന്ന സമയത്ത് ഐ തിങ്ക് ഇത് ഒരുപാട് ചെയ്ത ശേഷം ഞാൻ പറയുന്നത് ഒരു പേഴ്സണലി ഒരു പ്രോസസ്സ് നോക്കുമ്പോണ്ടല്ലോ ഇത്രയും സിനിമകൾ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി വെൻ ഇതൊരു എന്താ പറയുക പോലീസ് ഡ്രാമ, അതിൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, എന്നാൽ ഇതിൽ മെൻ്റൽ ചാലഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നോ ഒരു നോക്കി കാണുമ്പോൾ ആക്ടിങ്ങിൽ ഈ സിനിമയിൽ? ഉറപ്പായിട്ടും. ഇപ്പോൾ ക്യാരക്ടർ വൈസ് വരുമ്പോഴത്തേക്കും ഇപ്പോൾ പൊതുവേ പോലീസ് ക്യാരക്ടർ പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒഫീഷ്യൽ സ്വഭാവമുള്ളൊരു ക്യാരക്ടർ പൊതുവേ പിടിക്കുമ്പോൾ ആ ഒരു ടൈമിൽ നമുക്കൊരു ചെറിയൊരു OCD സംഭവിക്കും. നമ്മുടെ ഡ്രസ്സിങ്ങിലും നമ്മുടെ ഗ്രൂമിങ്ങിലും ഒക്കെ നമുക്ക് വേണമെന്ന് തോന്നും. നമ്മുടെ ഇപ്പോൾ അല്ലാതെ ഇപ്പോൾ ഷൂട്ട് തുടങ്ങുന്ന മുന്നേയൊക്കെ ആണെങ്കിലും അങ്ങനെ ഒരു ചെറിയൊരു മാറ്റം ഉണ്ടാവും. ക്ലീൻ ആയിരിക്കും പൊതുവേ നമ്മൾ വീടൊക്കെ ഒന്നും പുതുക്കും. അത് അങ്ങനെ ചെയ്യാൻ വരും. പിന്നെ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ സെന്റൻസുകൾ കംപ്ലീറ്റ് ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കും. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു നമ്മൾ മൈൻഡ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന പണി. ഇപ്പോൾ ഒരു അതേ സംഭവം തന്നെ ഈ കഥാപാത്രത്തിലും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ കുറച്ചും കൂടി ഒരു പാവമാണ് ക്യാരക്ടർ. എനിക്ക് പൊതുവെ കിട്ടുന്ന എല്ലാം മറ്റേ ഭയങ്കര ദേഷ്യക്കാരൻ സാധനങ്ങൾ, അടിയും വെള്ളം. പക്ഷെ ഇയാള് ഭയങ്കര സോഫ്റ്റ് ആണ്. സോഫ്റ്റ് ആയിട്ട് എല്ലാം. പണ്ട് ജയറാമിന്റെ സിനിമ ഉണ്ടായിരുന്നില്ലേ, നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ, അങ്ങനെ സിനിമ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഇത് അത് ആ കഥ എനിക്ക് പറഞ്ഞു. ഇയാളൊരു പാവം, ഒരു നമ്പൂതിരിയോ എന്നിട്ട് ഫസ്റ്റ് കിട്ടുന്നത് എന്താണെന്നറിയോ? ജോലിക്ക് ഓർമ്മയുണ്ട്, ഒരു ഡെഡ് ബോഡി റെയിൽവേ സ്റ്റേഷനിൽ അല്ല റെയിൽവേ പാളത്തുനിന്ന് ഈ ബോഡിക്ക് കാത്തു വെപ്പാ. അത് ഏകദേശം അങ്ങനത്തെ തന്നെ പരിപാടിയാണ്. ഇയാൾക്ക് അതായത് നമുക്ക് സമാധാനമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി നോക്കാന്നൊക്കെ പറയുന്ന ഒരു സ്വഭാവം ഉണ്ടാവില്ല ആദ്യത്തില്. പിന്നെ ഇയാൾക്ക് മനസ്സിലായി ഇത് കാര്യം നടപടിയാവില്ല. അതിനുശേഷം ഇയാളുടെ ക്യാരക്ടറിൽ ചേഞ്ച് ഉണ്ടാവും. പിന്നെ അയാള് അഗ്രസീവ് ആവേണ്ടി വരികയാണ്. ശരിക്കും അയാളെ ഒരു പാവ മനുഷ്യനായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ കൂടെ നടക്കുമ്പോഴേ ഇത് ഒരു മാറ്റം വന്ന ആ കഥ പറയുമ്പോൾ എന്തായിരുന്നു പെട്ടെന്ന് യെസ് എന്ന് പറയാനുള്ള കാരണം? കഥയുടെ അപ്പുറത്തേക്ക് നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഇതിന് ആദ്യം കെറ്റീന ജിത്തു സാറിൻ്റെ മകള് വിളിച്ചിട്ട് പറയാണ് സാറിൻ്റെ അസോസിയേറ്റിന് ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ട്, സാറ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന്. അത് ഫസ്റ്റ് തന്നെ നമുക്കൊരു ഹാപ്പിനെസ് ആണ്. അതെന്തായാലും നമുക്ക് ചെയ്യണം. പോലീസും ട്വിസ്റ്റും ഒക്കെ ഉണ്ടാവണം എന്നുള്ളത് അതൊരു. പക്ഷെ അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എക്സൈറ്റഡ്. എന്നോടൊപ്പം എന്ത് കഥയാണ് പറയാനുള്ളത്. അങ്ങനെ ആ കഥ കേട്ട് ഇങ്ങനെ പോകുന്നു. നമ്മളിങ്ങനെ പിടികിട്ടാണ്ട് നടക്കുള്ളൂ. ഒരു അന്വേഷണം തുടങ്ങി, മർഡറും അതും ഇതൊക്കെ സംഭവിക്കുന്നു. ഒരുപാട് പറഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലർ ആവണ്ടെന്ന് പറയുന്നില്ല. ഇതിങ്ങനെ സംഭവിച്ചു പോകുന്നു, ഇതിനൊരു ഉത്തരവില്ല, എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു വ്യത്യസ്തമായിട്ടൊരു പരിപാടി കാണിക്കുന്നുണ്ട്. അതെ, ഈ എനിക്കിപ്പോഴും ഓർമ്മ, ഞാൻ പണ്ട് ജിത്തു സാറിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഓൺലൈനിലായിരുന്നു, കൊറോണ സമയത്ത് തന്നെയായിരുന്നു, ദൃശ്യം 2 ഉണ്ടെന്ന് തോന്നുന്നു. അതോ അപ്പോൾ അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്തിട്ട് ആ റൂം മുഴുവൻ എനിക്ക് കാണിച്ചു തന്നു കേട്ടോ, ഈ ക്യാമറ എടുത്തിട്ട്. അപ്പോൾ മൊത്തം സ്ക്രിപ്റ്റുകളാണ്, കുറേ ഫയൽ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ പലരും തന്നേക്കുന്ന സ്ക്രിപ്റ്റുകളാണെന്നൊക്കെ. അപ്പോൾ ഞാൻ വെച്ചു ഇതൊക്കെ ഉണ്ടാവും അതിൽ, ആർക്കറിയാം അല്ലേ. ഒരു റൂം ചുറ്റും എനിക്കിങ്ങനെ 360 ഡിഗ്രി ഒരു പാൻ കാണിച്ചു. അപ്പോൾ അതെനിക്കിപ്പോൾ ഓർമ്മ വന്നു. പക്ഷേ ഞാൻ ആസ് എൻ ആക്ടർ 2010 തുടങ്ങിയത് താൻ തോന്നി അല്ലേ? 16 കൊല്ലായി. അപ്പോൾ 16 കൊല്ലായി കണ്ട. പക്ഷെ തോന്നുന്നില്ല കേട്ടോ 16 കൊല്ലൊക്കെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോണ്ടിരുന്നത്. അതെ, അതിനു മുമ്പ് ഒരു ഇടയ്ക്ക് ഇങ്ങനെ മുഖം കാണിക്കുന്ന ഒരു. പക്ഷെ അത് അങ്ങനെയുള്ളൊരു സമയം ഉണ്ടല്ലോ, ആദ്യം മുഖം കാണിക്കാനുള്ള സമയം കിട്ടുന്നു, പിന്നെ അതുമാതിരി അത് കഴിഞ്ഞൊരു ചിലപ്പോൾ ഒരു ക്യാമിയോ, അതല്ലെങ്കിൽ സെക്കൻഡ് റോള്, പിന്നെ ഹീറോ. അപ്പോൾ ആ ഒരു എവല്യൂഷൻ ഉണ്ടല്ലോ, അത് നോക്കി കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിലേക്ക് എത്താനായിട്ട് ശരിക്കും ഷെയ്നെ സഹായിച്ചത് എന്താണ്? തൊട്ട് മുമ്പ് ചെയ്ത സിനിമ ഗുഡ് വേർഡ്.
അത് ഞാനിപ്പോൾ പറഞ്ഞ ഫസ്റ്റ് നമ്മൾ സൂപ്പർ ഡാൻസർ ജൂനിയറിൽ പോകുന്ന മുതലുള്ള പറയണം. അത് സീരിയല്, പിന്നെ താന്തോന്നി, അൻവർ, അന്നേ റസൂലും, നീലാകാശം ഇപ്പോൾ എല്ലാ നല്ല സിനിമയിലും പാർട്ടായിട്ട് ഞാൻ ഫിനോഗ്രഫി നോക്കുമ്പോഴേ അതൊരു വലിയ ഭാഗ്യം. അതാണ് ഭാഗ്യമാണ്. കാരണം അതൊരു അത് അപ്പോൾ അതിന് ഉത്തരം കേൾക്കട്ടെ മുഴുവൻ. ഇപ്പം ഈ അന്നേ റസൂൽ ചെയ്തതുകൊണ്ടാണ് ശരിക്കും കിസ്മത്ത് സംഭവിക്കുന്നത്. ഇപ്പോൾ അന്നേ റസൂൽ അതിൻ്റെ ഇടയിൽ സംഭവിച്ചില്ലെങ്കിൽ, ഞാൻ രാജീവ് സാറിനെ കണ്ടില്ലെങ്കിൽ കിസ്മത്ത് ഇതിൻ്റെ ഇടയിലില്ല. കിസ്മത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ കരിയർ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പൊസിഷൻ ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ അതെല്ലാം മറ്റേ മുത്തുപോലെ കോർത്തിണക്കി വന്ന നല്ല രസമാണല്ലേ മുത്തുമാരി കോർത്തിണക്കിയൊരു കരിയർ. അതെ. അതിലെ ദൃഢം എവിടെയാണ് ആ ഒരു മാലയിലുള്ള സ്ഥാനം? ഒരു മാലയിൽ ഇപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ. അതെ. അപ്പോൾ സത്യം പറഞ്ഞാൽ ചില മാലകളുണ്ടല്ലോ കുഞ്ഞു കുഞ്ഞതായി തുടങ്ങിയിട്ട് വലിയ വലിയ മണികളായിട്ട് വരും അറ്റത്തേക്ക്, കണ്ടില്ലേ നമ്മൾ ചില ഇങ്ങനെ അപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയ സിനിമകൾ, വലിയ ഒരു പ്രൊഡ്യൂസറിൻ്റെ ബാനറിൽ വരുന്ന സിനിമകൾ എടുക്കുമ്പോൾ അവർ ഷെയ്നിനെ അപ്രോച്ച് ചെയ്യുന്നതും അതെന്തുകൊണ്ടാണെന്നുള്ള ഷെയ്ൻ എപ്പോഴും അനലൈസ് ചെയ്തിട്ടുണ്ടാവണം. അതുമാതിരി ഷെയ്ൻ നോക്കുന്നത് എങ്ങനെയാണ്? സീനിൻ്റെ ലെങ്ത് ആണോ, പ്രൊഡക്ഷൻ്റെ ഒരു സ്ട്രെങ്ത് ആണോ, കഥ ഓഫ് കോഴ്സ്. എന്നിരുന്നാലും കഥ എപ്പോഴും നന്നായാലും ഇത് നന്നായി കൊണ്ടുപോകണമല്ലോ. തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ സത്യം പറഞ്ഞ പണ്ട് എനിക്കുണ്ടായിരുന്നു, നമ്മൾ നല്ലൊരു തിരക്കഥ നമുക്ക് നല്ലൊരു സിനിമയാക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ള ഓവർ കോൺഫിഡൻസ് ഒക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നീട് എനിക്കൊരു പിൽക്കാലത്ത് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു കഥ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓക്കെ ഒരു കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ പോലും ബേസിക്കലി ഇന്നത്തെ ഒരു കാലത്ത് നല്ലൊരു പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ആ സിനിമ നമുക്ക് കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും. ഇന്ന് ബേസിക്കലി ഒരു ഗുഡ് പടത്തിന് ഇറങ്ങിയിട്ട് നമ്മളൊരു നല്ലൊരു സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ, ബാക്കി നമ്മുടെ പ്രൊവൈഡർ എല്ലാവരുടെയും നല്ലൊരു സമയം കൂടെയൊക്കെ ആണെങ്കിൽ ഇറ്റ് ക്യാൻ റീച്ച് പീപ്പിൾ. അതെ, എസ്പെഷ്യലി OTT ഒക്കെ വന്നതോടുകൂടി. അപ്പോൾ ഇപ്പം എനിക്ക് ഈക്വലി എന്ന് ഞാൻ പറയും. പണ്ട് ഞാൻ കഥയ്ക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കുമെങ്കിൽ ഇപ്പം അങ്ങനെയല്ല. ഞാൻ രണ്ടും കാര്യം, പ്രൊഡക്ഷൻ ടീം ആൻഡ് സ്റ്റോറി രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതെനിക്ക് വേണേൽ ആ ഒരു മെച്യൂരിറ്റി വരുന്നതുകൂടി നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ. അന്ന് നമ്മൾ മറ്റേ കുറച്ചും കൂടെ ഐഡിയലിസം ആണല്ലോ. നമ്മൾക്ക് ഫസ്റ്റ് കാര്യം നമ്മൾ ഇറങ്ങുമ്പോൾ എല്ലാം മറ്റേ ബ്ലാക്ക് ഓർ വൈറ്റ് ആണ്, ഗ്രേ ഇല്ലെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പിന്നെ നമുക്ക് മനസ്സിലാക്കി ഇത് വർക്ക് ചെയ്യണം പരിപാടി, കുറേ കാര്യങ്ങൾ കൂടെ ആയിട്ടാണ്, നീ മാത്രം ചിന്തിക്കുന്നത് മാത്രമല്ല, പലരുടെയും പല ശരികളാണ്, അതെല്ലാം നമ്മൾ ഉൾക്കൊള്ളണം. നല്ല പോയിന്റ് ആണ്. ശരിക്കും അങ്ങനെ ചിന്തകൾ നമുക്കത് മനസ്സിലാക്കാൻ ഈ ചെറിയ പ്രായത്തിൽ 30 വയസ്സിലായിട്ടുള്ളൂ. 30 വയസ്സ്. 30 വയസ്സിൽ ഈ ചിന്ത വരുന്നതൊക്കെ നല്ലതാണ്. 30 വയസ്സിൽ ഒരുപാട് ചിന്തകൾ വരേണ്ട കാര്യങ്ങൾ വരേണ്ട ആവശ്യമുണ്ടായി. വെരി ഗുഡ്, നല്ല കാര്യം. അതെ. പക്ഷെ ദൃഢം എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിലേക്ക് വരുമ്പോൾ ഷെയ്ൻ പറഞ്ഞില്ലേ ഈ എന്താ പറയുക പെട്ടെന്ന് ഒരു OCD ഒക്കെ ഉണ്ടാവുന്നത്, ആ സെറ്റിൽ വന്ന ശേഷം എങ്ങനെയായിരുന്നു ഇതിൻ്റെ സിനിമയുടെ? കാരണം ഒരു എല്ലാവരും പരിചയമുള്ള ആൾക്കാരും ഒക്കെ ആയിട്ടുണ്ടാവണം. പരിചയമുള്ള ആൾക്കാരെന്നുള്ളതല്ല, ഇപ്പം എനിക്ക് ഇതൊരു പുതിയ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. കംപ്ലീറ്റ്ലി കഥയോട് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ടീം. ഇപ്പോൾ അനാവശ്യമായിട്ടൊരു ഡയലോഗ് കൂടുതൽ പറയേണ്ട കാര്യമില്ല. കാര്യം അവിടെ കറക്റ്റാണ്. അതായത് മറ്റേ അളന്ന് കുറിച്ചിട്ട് ഓൾറെഡി അതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതേപോലെ എടുക്കേണ്ടത് എന്താണ്, എത്ര ഷോട്ട് എടുക്കണം, ഇതൊക്കെ അവിടെ നടന്നു പോകുന്നതിൻ്റെ കൂടെ ഇങ്ങനെ നിന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ പോലത്തെ ഒരു സെറ്റായിരുന്നു. ബേസിക്കലി ചുരുക്കി പറഞ്ഞാൽ ക്ലാരിറ്റി ഉള്ള ഒരു ടീം. അവർക്ക് എന്ത് വേണം എന്ത് വേണ്ട. നമുക്കിപ്പോൾ പലപ്പോഴും ഇപ്പം മുമ്പാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത സെറ്റിൽ എന്ന് പറയുമ്പോഴത്തേക്കും ചില കാര്യങ്ങൾ സെറ്റിലും കൂടെയൊക്കെ ഉണ്ടായി വരും. അല്ലെങ്കിൽ എന്തോ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ചിലപ്പോൾ ഒരു നല്ലതോ മോശമോ എന്തെങ്കിലും സംതിങ് ഇംപ്രവൈസ് സംഭവിക്കും. അങ്ങനെ ഒരു കാര്യം ഇവിടെ ഇല്ല. ഉണ്ടാവും ചിലപ്പോൾ ചെറിയ ചെറിയ അത്രേ ഉള്ളൂ. പക്ഷേ ബേസിക്കലി വേ ആർ വെൽ പ്ലാൻഡ്. അത് എന്തെടുക്കണം അതൊക്കെ എനിക്ക് തോന്നുന്നു അതൊരു പുതിയ അനുഭവമായിരുന്നു എനിക്ക്. അങ്ങനെ ആ ഒരു രീതിയിൽ ഇതിൽ ഇത്രയും കാലം ഇതിലേ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഇപ്പം ഇതിൽ തന്നെ ഒരു ആക്ഷൻ ഉണ്ട്. ഞാൻ കണ്ടു, തെളിവ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നീ ഉണ്ടാക്കി നോക്കുന്ന പറഞ്ഞ ഡയലോഗില്ലേ. അപ്പോൾ അങ്ങനെ ഇത് ഒരു ഓട്ടവും ഞാൻ ട്രെയിലറെ കണ്ടത് ഒരുപാട് ഓടിയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് അത് RDS തുടങ്ങിയ നിങ്ങളുടെ ഓട്ടോ ഇടിയും അല്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ട്രെയിലറിൽ ഈ പടത്തിൻ്റെ ആക്ഷൻ ഏരിയ ഒന്നും കാണിച്ചിട്ടില്ല. അത് കാര്യം അതിനകത്തൊരു വലിയൊരു സ്പോയിലർ ഉള്ളതുകൊണ്ട് അവർക്കത് കാണിക്കാൻ പറ്റില്ല. ഓക്കെ. എന്തായാലും ട്രെയിലർ കണ്ടു കയറുന്നവർക്ക് സംതിങ് മോർ കാണാൻ തിയേറ്ററിലുണ്ട്. അതെ. അത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമകൾ ചെയ്യുമ്പോൾ ഇതിലൊരു മെൻ്റൽ ചാലഞ്ചസ് കുറേ ഉണ്ട് ഷെയ്ന്. അത് ഈ ക്യാരക്ടറിന് വിജയ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ മനസ്സിൽ കൂടെ പോകുന്ന ഈ എക്ലിമറ്റൈസേഷൻ എന്ന് ഇംഗ്ലീഷ് പറയും. ആദ്യം അഡാപ്റ്റ് ചെയ്ത് ഒരു നമ്മൾ ആദ്യം പറഞ്ഞു നോക്കും, പിന്നെ അടി, പിന്നെ ഒരു ചെവിടും മറ്റേ ചെവിടും അടി. അതെ. പക്ഷെ ആ ഒരു ഇതിലേക്ക് എത്തുന്ന സമയത്ത് എന്താ വെച്ചാൽ ആ പ്രോസസ്സിനുണ്ടല്ലോ, വെൻ യു ഹാവ് ടു ബിക്കം ദറ്റ് ക്യാരക്ടർ, ഒരു ചേഞ്ച് ഓഫ് ഒരു ഇത് വേണമല്ലോ. അങ്ങനെ മാറുന്നത് എങ്ങനെയായിരിക്കും? എൻ്റെ ചോദ്യം എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ സിനിമയിൽ തന്നെ ഇപ്പോൾ ഈ അടിയിലേക്ക് എത്തുന്നൊരു രീതി ആകുമ്പോഴേക്കും താങ്കളുടെയും ബോഡി ലാംഗ്വേജ് മാറണം.
അതെ. പിന്നെ നടത്തം മാറണം, മുഖത്ത്. അപ്പം അതൊക്കെ എങ്ങനെയായിരുന്നു ഇതിൽ ദൃഢം എന്ന സിനിമയിൽ എങ്ങനെയായിരുന്നു? ഞാൻ ആ ഒരു പാവമായൊരു മനുഷ്യനായിട്ട് തന്നെ നിന്നു. ഈ പാവമായിട്ടുള്ള മുഖം പിന്നെ ക്രൂരനാവണ്ടേ? ക്രൂരനല്ല ആവുന്നു, ക്രൂരനാവും. പടത്തിന്റെ അവസാനം അയാൾ ക്രൂരനായേ പറ്റൂ. ഞാൻ വളരെ ഈസിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റുവേഷനിൽ അയാൾ എന്ത് ചിന്തിക്കുന്നു, ആ ക്യാരക്ടർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് മാത്രം ഫോളോ അപ്പ് ചെയ്താൽ മതി നമ്മൾ. പിന്നെ നല്ല ഡയറക്ടർ ശരിക്കും പറഞ്ഞാൽ എന്നെക്കാളും ഒരു വയസ്സ് ഇളയതാ. ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ വയസ്സ് പറഞ്ഞ ഒരു ഡയറക്ടറിൻ്റെ കൂടെ അഭിനയിക്കുന്നത്. അതിനൊരു സർപ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ പുള്ളിക്കാരന് ആ ഒരു കറക്റ്റ് കാഴ്ചപ്പാടുണ്ട്. ഓക്കെ ഷെയ്ൻ ഇത് ഇച്ചിരി കുറയ്ക്കാം, അല്ലെങ്കിൽ ഇതൊരു ഇച്ചിരി ഒന്ന് കൂട്ടിച്ച് എന്ന് ഞാനത് കറക്റ്റായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിക്ക് ഓക്കെ ആവുന്ന ഒരു സാധനം ചെയ്യാനായിട്ട് ഞാൻ അത് എപ്പോഴും അങ്ങനെ തന്നെ. എനിക്ക് ആ ഡയറക്ടറിൻ്റെക്ക് കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യാൻ പറ്റിയാലേ എനിക്ക് എൻ്റെ ബെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളും ഒരു ഹാഫായി പോകും, പകുതി ആയി പോകും. അപ്പോൾ അതെനിക്ക് കംപ്ലീറ്റ്ലി എനിക്ക് മാർട്ടിനെ എനിക്ക് നല്ലതായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ പുള്ളി എന്നെ ഗൈഡ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അതായത് സ്ക്രിപ്റ്റ് സീനുകളിൽ സിറ്റുവേഷൻ ഉണ്ട്, ഇപ്പം ഈ പറഞ്ഞ പോലെ അത് മാത്രം ഫോളോ ചെയ്താൽ മതി. ഇങ്ങനെ ആദ്യ കാൽവെപ്പ് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യങ് ഫിലിം മേക്കറിനെ ഞാൻ വിളിക്കാൻ പോകണം. എൻ്റെ മകനാണ്. നിങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻ ഞാനിത് കേൾക്കാൻ മാത്രമേ ഉള്ളൂ. ഈ രംഗത്തിൽ എനിക്ക് പങ്കില്ല. അവാൻ കമോൺ. ഷെയ്നെ, ഇതാണ് എൻ്റെ പുത്രൻ, കണ്ടുണ്ടാവുമെന്ന് അറിയാം. അപ്പോൾ ഇനിയുള്ള സെക്ഷൻ എന്ന് പറയുന്നത് എനിക്കധികം ചോദിക്കാനില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ഒരു എന്താ പറയുക, ഇവൻ ആദ്യമായിട്ട് ഇപ്പോൾ ഫിലിം മേക്കറാണ്, ആസ്പയറിങ് ഫിലിം മേക്കറാണ്. അപ്പോൾ ഇവനാണ് ഞങ്ങളുടെ അടുത്ത ചോദ്യങ്ങൾ. നിങ്ങളും അങ്ങനെ ഒരു സിനിമ അങ്ങനെയായിരുന്നല്ലോ നിങ്ങളുടെ തുടക്കം. ഇപ്പോൾ ഈ സിനിമയുടെ ദൃഢത്തിലും ഒരു ആദ്യത്തെ ഒരു കാൽവെപ്പാണല്ലോ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ചോദ്യം ഇന്ററപ്റ്റ് ചെയ്യണം, ഞാൻ ചോദിക്കാം. ഹായ് ചേട്ടാ, അപ്പോൾ പറഞ്ഞ പോലെ ഞാനൊരു അസ്പയറിംഗ് ഫിലിം മേക്കറാണ്. ലൈക്ക് ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ട്രൈങ് ടു മേക്ക് മൈ ഫസ്റ്റ് മാർക്ക്. അപ്പോൾ ചേട്ടനും ഒരു കാലത്ത് ഒരു ഫസ്റ്റ് ടൈം ന്യൂ കമർ ആയിരുന്നു ഈ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ആ സമയത്ത് എൻ്റർ ചെയ്യുമ്പോൾ, ആൻഡ് ഓഫ് കോഴ്സ് യു ഹാവ് ഹാഡ് യു വർക്ക് വിത്ത് എ ലോട്ട് ഓഫ് ന്യൂ കമേഴ്സ് ആൻഡ് ഓൾസോ ഓൺ ദി അതർ സൈഡ് പ്രിയദർശൻ സാർ പോലത്തെ ഒരു എക്സ്പീരിയൻസ് ഡയറക്ടർ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണ്? അപ്പോൾ ദ വേ യു അപ്രോച്ച് ഒരു ഫിലിം സെറ്റ്, ഓഫ് കോഴ്സ് ഡിഫറൻസ് ഓഫ് മറ്റൊരു എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഒരു ന്യൂ കമറിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ ഒരു അപ്രോച്ച് ചെയ്യുമ്പോൾ, ഒരു റോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താ ഡിഫറൻസ് ഉണ്ടാവും ഫ്രം എ ന്യൂ കമർ ആൻഡ് എക്സ്പീരിയൻസ് ഡയറക്ടർ? ഇപ്പോൾ പ്രിയൻ സാറിൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്താണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളൊരു കാര്യം. ഇത് എഡിറ്റഡ് ഷൂട്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ക്യൂ പോലും പലപ്പോഴും എടുക്കില്ല. വേണ്ടതിൻ്റെ ലെങ്ത്ത് മനസ്സിൽ കണ്ട് എഡിറ്റ് ചെയ്ത്, അതായത് എഡിറ്ററിന് ശരിക്കും പറഞ്ഞാൽ ഷോട്ടുകൾ വെക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് പറയുന്ന പോലത്തെ ഒരു മേക്കിങ്ങാണ്. ഇപ്പോൾ നമ്മൾ ന്യൂ കമേഴ്സ് വരുമ്പോഴത്തേക്കും അവർ മാക്സിമം കൂടുതൽ ഷോർട്സ് എടുക്കാനുള്ള ശ്രമം നടത്തും. ഇപ്പോൾ പല ആംഗിളിൽ നിന്നും എല്ലാം എടുക്കാനുള്ള ശ്രമം നടത്തും. അതായത് ബേസിക്കലി അവർക്ക് ഒരു പേടി കൊണ്ടാണ് ഇനി നമ്മൾ എഡിറ്റേബിളിൽ പോകുമ്പോഴത്തേക്കും ഷോർട്ട് കുറഞ്ഞു പോകും, അങ്ങനെയൊക്കെയുള്ള. അതായത് ഇപ്പോൾ പറയില്ലേ, ദൃഢനിശ്ചയമാണ് പ്രിയൻ സാറിന്, ഇത് മതി, എനിക്ക് ഇത്രയും മതി. പക്ഷെ നമ്മൾ പുതിയ ആൾക്കാരിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് കുറച്ചും കൂടെ ഷോർട്സ് കൂടുതൽ കിട്ടിയാൽ എഡിറ്റേബിൾ ഗുണമായിരിക്കുമല്ലോ. അപ്പം ഞാൻ ആക്ച്വലി രണ്ടും നല്ലതെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പോൾ അവരുടെ ഇപ്പോൾ ഒരു ഇൻസെക്യൂരിറ്റി കൊണ്ടാണ് കൂടുതൽ ഷോട്ട് എടുക്കുന്നതെങ്കിലും പലപ്പോഴും എഡിറ്റേബിളിൽ ചിലപ്പോൾ ആ മൊത്തം സിനിമയുടെ ലെങ്ത് കുറയ്ക്കാനും ഒക്കെ ഗുണം ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് കൂടുതൽ ഷോർട്സ് ഉണ്ടെങ്കിൽ. അപ്പോൾ കാര്യം സിംഗിൾ ഷോർട്സിൽ മാത്രം എടുത്ത് പോകുന്ന ഒരു സീനാണെങ്കിൽ നമുക്കിപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് കളയണം നോക്കി ചിലപ്പോൾ നടക്കണം എന്നില്ല. സോ രണ്ടും നല്ല രണ്ടിനെയും ഞാൻ നന്നായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടർ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ആ പ്രഷർ തോന്നാറുണ്ടോ? ദാറ്റ് ഓക്കെ ലൈക്ക് യു നീഡ് ടു ലീഡ് അവരെ കുറച്ച് ലീഡ് ചെയ്യണം, ബിക്കോസ് ആ ഒരു പ്രഷർ ഉണ്ടോ? അതെല്ലാവർക്കും ഇല്ല. ഇപ്പം അങ്ങനത്തെ ഒരു ക്യാപ്റ്റൻസി വഹിക്കാൻ കഴിയുന്ന ന്യൂ കമേഴ്സിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്താ പറയുക, കുറച്ച് പേടിച്ചോ അല്ലെങ്കിൽ കുറച്ച് ഇൻസെക്യൂർഡായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ന്യൂ കമേഴ്സും ഉണ്ട്. അപ്പോൾ ബേസിക്കലി ഇത് ന്യൂ കമർ എന്ന ഒരു വിഷയമല്ല, അത് ഒരാളുടെ പേഴ്സണൽ ആറ്റിറ്റ്യൂഡാണ്. ഇപ്പോൾ അനുരാജ് ചേട്ടനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഫസ്റ്റ് ഡയറക്ടറിൻ്റെ പോലെ അല്ല പുള്ളി. അത് മൊത്തം എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അത് നേരെ എടുത്ത് അങ്ങോട്ട് ധൈര്യമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന പോലെ. എന്നാൽ അപ്പുറത്ത് വേറെയും ഉണ്ട്. ഇപ്പോൾ പെട്ടെന്നൊരു സിറ്റുവേഷൻ, അതായത് രാവിലെ വന്നിട്ട് ഇപ്പോൾ പറയുകയാണ്, പ്രൊഡ്യൂസർ പറയുകയാണ് ഇന്നതില്ല എന്ന് പറയുമ്പോഴത്തേക്കും ആ ഉള്ളത് വെച്ച് എങ്ങനെ ആ സീനിനെ മനോഹരമാക്കാമെന്ന് ചിന്തിച്ച് ചെയ്യേണ്ട കുറേ സിറ്റുവേഷൻസ് ഒരു ന്യൂ ഡയറക്ടർ ഫേസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നേരെ മറിച്ച് ഒരു എക്സ്പീരിയൻസ് ഡയറക്ടർ ആണെങ്കിൽ അവർ പറയണതാണ് ഓക്കെ എനിക്ക് ഇനി ഈ സാധനം വേണം എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ അവിടെ ഓൾറെഡി കൊടുക്കും. കാര്യം എന്താ കാര്യം എന്ന് വെച്ചാൽ അയാൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള ആളാണ്.
അപ്പോൾ ഇത് ബേസിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേ നടക്കുള്ളൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ ആക്ടിങ് അല്ലാണ്ട് മറ്റേ ആക്ടിങ് അല്ലാണ്ട് കുറേ അൺഫെമിലിയർ ടെറിട്ടറീസ് ആയിട്ട് ചേട്ടൻ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഒരു മ്യൂസിക് ഡയറക്ടറായിട്ടും, പിന്നെ മലയാളം ഫിലിംസ് അല്ലാണ്ട് തമിഴിലും, പിന്നെ ഇപ്പോൾ തെലുഗു പടം ടോക്സിലാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു അൺഫെമിലിയർ ടെറിട്ടറീസ് ചേട്ടൻ ഇങ്ങനെ തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഡസ് ഇറ്റ് ഫീൽ ലൈക്ക് എ ന്യൂ കമർ ഓർ അതിൻ്റെ ഒരു പ്രഷേഴ്സ് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? അൺഫെമിലിയർ ടെറിട്ടറി ആണ് എല്ലാ സിനിമയും എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയൊരു സത്യം. പിന്നെ മ്യൂസിക്കിനെ പറ്റി മാത്രം പറയുകയാണെങ്കിൽ അതൊരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പണ്ട് മുതലേ മ്യൂസിക് എപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ പാർട്ടായിരുന്നു. അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഗരാജ് ബാൻഡിലാണ് എൻ്റെ സോങ്സ് കൂടുതലും ചെയ്തേക്കുന്നത്. നമ്മുടെ ഐഫോണിലേക്കുള്ള ആപ്പാണ്. പിന്നെ ലോജിക്കിലൊക്കെ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെയൊക്കെ ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ അത് ബേസിക്കലി ഒരു പാഷൻ, വേറൊരു രീതിയിലുള്ളൊരു ഇൻട്രസ്റ്റ് വിഷയം. ഇപ്പുറത്ത് പിന്നെ ന്യൂ ടെറിട്ടറി, അതർ ലാംഗ്വേജിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വലിയ ഒരു മാറ്റമുള്ള കാര്യമല്ല. പക്ഷെ എന്നാൽ ഇൻഡസ്ട്രിയുടെ വർക്കിംഗ് രീതികളിലും അവിടുത്തെ ആൾക്കാരുടെ ബിഹേവിയറിലും എല്ലാം വ്യത്യാസമുണ്ട്. പക്ഷെ അറ്റ് ദി എൻഡ് ഞാൻ ചെയ്യുന്നത് ഒരു ക്യാരക്ടറിനാണ്. സംസാരിക്കുന്ന ഭാഷ മാത്രമേ മാറുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എൻ്റെ വർക്കിംഗ് പ്രോസസ്സ് എല്ലാം സെയിം തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അല്ല, ഭാഷ ഒരു വലിയ പ്രശ്നമാവില്ലേ എപ്പോഴും? തോന്നിയിട്ടില്ലേ നിനക്ക്? ഭാഷ പ്രശ്നമല്ല ശരിക്കും, ഭാഷ പ്രശ്നമാണ്. ഇപ്പൊ തെലുങ്ക് ഞാൻ പഠിക്കണുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം നല്ല പ്രശ്നമാണ്. തമിഴ് അത്ര പ്രശ്നമായിരുന്നില്ല. അത് കാരണം നമ്മളൊക്കെ അത്യാവശ്യം അറിയാലോ, ചെറുപ്പം മുതലേ നമ്മൾ തമിഴ് പടം കാണുന്നുണ്ട്. തെലുങ്ക് ഞാൻ പഠിക്കാൻ നോക്കിയിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടിയില്ല എന്ന് പറയില്ല ആദ്യം. പക്ഷെ നല്ല വ്യത്യാസം അമ്മയ്ക്ക് റിലേറ്റബിൾ ആയിരിക്കില്ല ഭാഷയുടെ ക്വസ്റ്റ്യൻ. അല്ല, തമിഴിലൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് അറിയില്ലല്ലോ. ഈ അടുത്ത കാലത്ത് വിജയ് സേതുപതി ഒരു ഇന്റർവ്യൂവിന് അവനെ കളിയാക്കി കൊന്ന എന്താ അറിയോ, ഭാഷ അങ്ങേരി തമിഴിൽ ഞാൻ മലയാളത്തിൽ എനിക്ക് തമിഴ് വരില്ല. നിന്റെ മലയാളം വേണ്ട, അതാദ്യം ഞാൻ പറയുന്നില്ല. സിമ്പിൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ഒരു സിനിമയെ തന്നെ ദൃഢത്തിൽ തന്നെ പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ ഈ ആദ്യമായിട്ട് തമ്മിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എന്നാൽ പ്രഷറും ഉണ്ട്. നിങ്ങളുടെ മാതിരി ഒരു ഫിലിം മേക്കർക്ക്, നീ ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത ഒരാളാണ്. ഷോർട്ട് ഫിലിമിൽ കയറുമ്പോൾ നിനക്കറിയാം നിനക്കൊരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. ഇതിൽ ഡയറക്ടർ മാർട്ടനാണെങ്കിലും ഇതിൽ നീ ആണെങ്കിലും ഇതിൽ ആക്ടറിന് ഉള്ളൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. ഇതൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ഈവൺ ഫോർ യുവർ അപ്കമിങ് പേഴ്സൺ, യുവർ എ വെരി എസ്റ്റാബ്ലിഷ്ഡ് ആക്ടർ. അത് പാഷൻ, അതാണ് ആ വാക്ക്. നീ പറഞ്ഞാൽ നമ്മൾക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അത് അത്ര പണിയായിട്ട് തോന്നൂല. ചിലപ്പോൾ പുറത്തുനിന്നുള്ളവർ ആലോചിക്കും ഇവന് ഉറങ്ങുന്നില്ലല്ലോ, ഇവനൊന്നും കഴിക്കുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിക്കും. പക്ഷെ നമ്മൾക്കത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബ്രോ ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നു. ഞാനും ഈ പണ്ട് ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ പ്രാന്ത. പിന്നെ അതിങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി, ഭക്ഷണവും വേണ്ട ഒന്നും വേണ്ട എന്ന് വെച്ചാൽ നമുക്കതൊരു അതാ പറഞ്ഞ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിയാൽ പിന്നെ ഞാൻ എൻ്റെ 7th തന്നെ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും? പിന്നെ 12th ചെയ്തു. പേരെന്തായിരുന്നു? അതൊന്നും പറയാൻ പാടില്ല. അതൊക്കെ പറഞ്ഞ പണി കിട്ടും. അതൊക്കെ അതൊന്നും എവിടെയോ ഓൺലൈനിലൊന്നും ഇല്ല. യൂട്യൂബിലൊക്കെ ഉണ്ട്. അത് കണ്ടുപിടിക്കാൻ ഇരിക്കട്ടെ. അമ്മയുടെ ഫസ്റ്റ് ടൈം ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? പ്രഷർ ഉണ്ടായിരുന്നു? നീ എൻ്റെ കൂടെ വീട്ടിലേക്ക് തന്നെ വരും. ആദ്യത്തെ ഇന്റർവ്യൂ ആരെയും ഞാൻ ചെയ്തെന്നറിയോ? സാക്ഷാൽ ഒരുപാട് കാലം പറയും. ഇപ്പം ആദ്യം എന്താ പറയുക, ഭയങ്കര രസമായിരുന്നു. പക്ഷെ എനിക്കെന്താ വെച്ചാൽ അന്ന് അദ്ദേഹം കുറേ വർത്തമാനം പറയുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അടുത്തത് നെക്സ്റ്റ് ആരെയെന്ന് അറിയോ? അത് കഴിഞ്ഞ് വിദ്യാബാലൻ. അപ്പോൾ ഇത് രണ്ടും ടോപ്പ് ലെവലിൽ നിൽക്കുമ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. ഈ പേടി എന്ന് പറയുന്നത് നമ്മൾ ചോദ്യങ്ങൾ കറക്റ്റ് സമയത്ത് വരണമല്ലോ എന്നൊരു ഇതുണ്ടായിരുന്നു. ചിലതൊക്കെ നമ്മൾ മറക്കും. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ആ ഒരു ഇതേപോലെ ഈ പാഷൻ ഉണ്ടല്ലോ, യു ഹാവ് ടു സീ ദ ഫൈനൽ പ്രൊഡക്റ്റ്. ആ ഫൈനൽ പ്രൊഡക്റ്റ് അത് ഓണത്തിനും വിഷുവിനൊക്കെ പല ചാനലിലും വരുന്നതാണെന്നും. അപ്പോൾ അതിൽ ഈ ആക്ടറിനുള്ള ഒരു ഇപ്പോൾ ഷെയ്നിൽ നിന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഷെയ്നിൽ നിന്നൊരു അടുത്തൊരു ചോദ്യത്തിൽ നിന്നാണ് ആൻസർ എന്നാണ് എനിക്ക് അടുത്ത ചോദ്യം വരുന്നത്. അതാണ്. നിങ്ങളും സിനിമയുടെ പ്രൊഡക്ഷനിലൊക്കെ ഉണ്ടായിട്ടില്ലേ? അല്ല, പ്രൊഡ്യൂസറേ ഉണ്ട്. അപ്പോൾ ഭൂതകാലം പ്രൊഡ്യൂസറാണ്. കറക്റ്റ്. അപ്പോൾ അത് ഒരു അൺഫെമിലിയർ ടെറിട്ടറി ആയില്ലേ നിങ്ങൾക്ക്? പ്രൊഡക്ഷൻ പുലിവാല് കയറ്റെടുത്ത് തലയിൽ വെക്കുകയും ചെയ്തു. ഇല്ല, അങ്ങനെയല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. കാര്യം അൻവർ റഷീദ് അമ്പുക്ക ഉണ്ടല്ലോ അപ്പുറത്ത്. വെച്ചാൽ വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും അറിഞ്ഞില്ല. പിന്നീട് ഞാൻ കൂടുതലും ട്രാവൽ ചെയ്യുമ്പോൾ ഇപ്പം ബൾട്ടിയിൽ സന്തോഷ് സാറിൻ്റെ ട്രാവൽ ചെയ്യുമ്പോൾ
കൂടുതലായിട്ട് ഈ പ്രൊഡക്ഷൻ മേഖലകളെ പറ്റി കൂടുതലായിട്ട് അറിയാൻ പറ്റി. അപ്പം അതിൽ നിന്നൊക്കെയാണ് എനിക്ക് ഓക്കെ എത്രത്തോളം ഒരു സിനിമയ്ക്ക് പ്രൊഡ്യൂസർ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു പ്രൊഡക്ഷന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് വേണ്ടതും ചിലപ്പോൾ അതിൽ കൂടുതലും കൊടുക്കാൻ സാധിക്കും. അതായത് ഞാൻ പറഞ്ഞത് അതിൻ്റെ മുടക്കുന്നതോ ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതോ മാത്രമല്ല, ഇന്നിപ്പോൾ അതിനെ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ആൾക്കാരിലേക്ക് സിനിമ എത്തിക്കാന്നുള്ളത്. ഇപ്പം നമുക്കൊരു നല്ലത് കേട്ടു, നല്ലത് നമുക്ക് ഇൻറ്റു 10 times അടിച്ചാൽ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരെ അറിയുള്ളൂ. നമ്മള് ഓക്കെ വന്നോളും എന്നൊക്കെ പറഞ്ഞിരുന്ന പണ്ട് നാന വായിച്ചിട്ടാണ് നമുക്ക് സിനിമ വരുന്നത്. ഇന്നങ്ങനെ ഇല്ല, ഇന്ന് ആൾക്കാർക്ക് അതിനുള്ള ടൈം ഇല്ല. ഇന്ന് നമ്മൾ ബഹളം ഉണ്ടാക്കി ആൾക്കാരെ അറിയിച്ചാൽ മാത്രമേ എന്ത് കാര്യവും ഇന്ന് ആൾക്കാരെ അറിയുള്ളൂ. അതെ, ഒരു ആദ്യമായി സിനിമയിൽ വരുന്നൊരു ഡയറക്ടർക്ക്, ഒരു എക്സ്പീരിയൻസ് ഉള്ള ആക്ടർ എന്ന നിലയ്ക്ക് ഷെയ്ഡിന് തോന്നുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകം എന്താ വേണ്ടേ? ഒരു ബിഹേവിയറൽ എന്നാ ചോദിക്കും. ഇത് പ്രശ്നമായി ചോദിച്ചില്ലേ ഇപ്പൊ ചോദിച്ചോ? അപ്പോൾ ഒരു ഫസ്റ്റ് ടൈം ആക്ടർ ഇങ്ങനെ ഒരു കഥയായിട്ട് വരുമ്പോൾ അത് വാട്ട് ഈസ് ദാറ്റ് വൺ തിങ് യു ലുക്ക് ഫോർ ഒരു സ്റ്റോറിയിൽ? അപ്പം അങ്ങനെ സ്പെസിഫൈഡ് ഉണ്ടോ? ഓർ എങ്ങനെയായിരിക്കും? അതൊരു ക്യാരക്ടറാണോ, ആ ഒരു സ്റ്റോറിയാണോ, അത് സ്റ്റോറിൻ്റെ ഒരു ക്യാരക്ടറാണോ? വാട്ട് ഇൻട്രീഗ്സ് യു? രണ്ടും. ക്യാരക്ടർ വൈസ് ഇപ്പോൾ ചിലപ്പോൾ കഥ ഭയങ്കര നല്ലതായിരിക്കും, ചിലപ്പോൾ ക്യാരക്ടർ വൈസ് ഞാൻ നോക്കുമ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെൻറ്റ് ഘടകം തോന്നാതിരിക്കാം, അതും സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ക്യാരക്ടർ അടിപൊളിയായിരിക്കും, പക്ഷേ കഥയ്ക്ക് എവിടെയോ ഒരു ഇൻകംപ്ലീറ്റ്നെസ്. അപ്പോൾ ഇതും ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പറയും, എന്നിട്ട് ഞാൻ അവർക്ക് പിന്നെയും ഒരു ടൈം കൊടുക്കും. മേ ബി കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ഞാൻ പിന്നെയും അവർക്കൊരു ടൈം കൊടുക്കും. ഓക്കെ, മേ ബി അവർ പിന്നെയും വർക്ക് ചെയ്തിട്ടുണ്ടോ, തീരെ നമുക്ക് പറ്റാത്തതാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ നോ പറയും. അല്ലെങ്കിൽ നമ്മൾ അതിനൊരു ടൈം കൊടുത്ത് ഇപ്പോൾ ക്യാരക്ടർ വൈസ് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ കഥ വൈസ് അവരത് ചെയ്തിട്ട് കൊണ്ടുവരും. എന്നിട്ടായിരിക്കും നമ്മളൊരു ഡിസിഷൻ എടുക്കുക. രണ്ടും ഞാൻ നോക്കും. എൻ്റെ ചോദ്യം അതായിരുന്നില്ല. പിന്നെ അതായത് ഒരു ഡയറക്ടർക്ക് വേണ്ട ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, അതായത് സ്വഭാവങ്ങൾ, അതായത് സിനിമ തുടങ്ങുമ്പോൾ അപ്പം നമുക്കറിയാലോ ആദ്യത്തെ പിന്നെ ആ ഒരു നിങ്ങൾ നോക്കുമ്പോൾ എന്താ കാണുന്നത് വെച്ചെങ്കിൽ ഒരു സെറ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. പക്ഷേ ക്യാരക്ടർ എന്താ വേണ്ടത്? അതിന് സ്വഭാവങ്ങൾ നിനക്കൊക്കെ അത്യാവശ്യമാണ്. സ്വഭാവം വീട്ടിൽ അവിടെ കിടന്ന് അലപ്പാണോ അതോ നല്ലൊരു എന്താ പറയാ നീ ചോദിക്കും കംപ്ലീറ്റ്. ഇന്ന് നീ എൻ്റെ കൂടെ വീട്ടിൽ വരില്ല, നീ 6 മണി പൊക്കോ. അതായത് ഈ പറഞ്ഞത് തന്നെയാണ് പോയിന്റ്. കാര്യം രാവിലെ ഒരു പ്രഷർ എടുക്കാനുണ്ടാവും. രാവിലെ തന്നെ പ്രത്യേകിച്ച് പുതിയ ഡയറക്ടേഴ്സിന് എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ വർക്ക് ചെയ്ത എല്ലാവർക്കും, അതായത് അവരിപ്പോൾ എന്നോട് പറഞ്ഞ കഥയിൽ അവരെൻ്റെ അടുത്ത് ചെയ്യുമെന്ന് പറയുന്നതിൻ്റെ 100-ൽ ചിലപ്പോൾ 60 കാര്യങ്ങളെ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു സത്യമാണ്. അത് നമുക്ക് ഞാനതിനു വേണ്ടി പണ്ടൊക്കെ ഞാൻ ഡയറക്ടേഴ്സിനോടല്ല ആക്ച്വലി പ്രൊഡ്യൂസേഴ്സിനോട് ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെ പറയുന്നത്, നീ ഇങ്ങനെ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അന്നത്തെ അറിവില്ലായ്മ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മനസ്സിലായത് അതൊരു റിയാലിറ്റിയാണ്. കാര്യം ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും ബഡ്ജറ്റ് കൺസ്ട്രെയിൻ വരും, ഇതും കുറേ പ്രശ്നങ്ങളൊക്കെ വരും. ഓക്കെ, പിന്നെ ഷൂട്ടിംഗ് ഓവർ ഡേയ്സ് കൂടിപ്പോവും, അല്ലെങ്കിൽ ആൾക്കാരുടെ ഡേറ്റ് മാറിപ്പോവും, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ അതെങ്ങനെ നിങ്ങൾ ഡീൽ ചെയ്യുന്നു എന്നുള്ള പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു കാര്യമാണ്. അത് ആക്ച്വലി നമുക്കിപ്പോൾ ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് കഥ പറയുമ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാനൊന്നും പറ്റില്ല. നമ്മൾ പക്ഷേ ചിലവരുടെ ഒരു സംസാരത്തിലുണ്ടാവും, ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. അതായത് വാട്ട് എവർ ഇറ്റ് ഇസ്, ഞാനിത് ഫൈറ്റ് ചെയ്ത് ഞാൻ നേടുമെന്നുള്ളൊരു സാധനം അവരുടെ ഉള്ളിലുണ്ടാവും. അതാണ് ഞാൻ നോക്കുന്ന ക്വാളിറ്റി എന്നുള്ളത്. വെരി നൈസ്. പല ഡയറക്ടേഴ്സിനും അപ്പോൾ ഈ സിനിമയിൽ തന്നെ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരാളുടെ ഇമേജ് ഹാൻഡിൽ ചെയ്യുന്ന എങ്ങനെ എന്താ? ഇപ്പോൾ ഷെയ്ൻ തുടങ്ങുന്ന സമയത്തല്ല ഇപ്പോഴത്തെ ഷെയ്ൻ്റെ ഇമേജ് ഷെയ്ന് തോന്നിയിട്ടില്ലേ? ഐ മീൻ വെൻ യു പാസ് ത്രൂ മൾട്ടിപ്പിൾ ഒരുപാട് ചാലഞ്ചസ് കൂടെ പാസ് ചെയ്യുമ്പോഴും ഒരുപാട് പോസിറ്റിവിറ്റി കൂടെയും ഒരുപാട് സപ്പോർട്ട്, ചിലപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയുള്ള സൈബർ വാറുകൾ അറ്റാക്കുകളൊക്കെ വരുമ്പോഴും വാട്ട് ടേക്സ് യു അഹെഡ് ആ ഒരു ഇമേജ് ബിൽഡിങ്ങിൽ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അത് ഒരു കണക്കിന് നല്ലതുമാണ്, ഒരു കണക്കിന് മോശമാണ്. അതിൻ്റെ നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ഞാൻ എന്നെ അങ്ങനെ തന്നെ കാണാം. അതുകൊണ്ട് എനിക്ക് വേറെ ടെൻഷൻ ഇല്ല, പ്രതിച്ഛായ പ്രശ്നമില്ല എനിക്ക്. അതായത് ഞാൻ എന്താണോ അത് നിങ്ങൾ കണ്ടു. ഇനി ഇതിൻ്റെ ഇപ്പുറത്തൊരു വേറൊരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മോശം കാര്യം ഞാൻ പറഞ്ഞു. നമുക്ക് ഇന്നിപ്പോൾ ഒരു ഇമേജ് സെറ്റ് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പമാണ്. അത് ഞാൻ ഒരാളെ മോശമായിട്ട് പറയുന്നതല്ല, അതിൻ്റെ റിയാലിറ്റിയാണ്. കാര്യം ഇന്നിപ്പോൾ ഒരു PR എന്ന് പറയുന്ന ഒരു പേഴ്സണൽ PR എന്ന് പറയുന്നതിന് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമുക്ക് ഇന്നിപ്പോൾ നമ്മളുടെ ഒരു പോസ്റ്റ് ഇട്ടാൽ അതിൻ്റെ താഴെ എന്ത് കമൻറ്റ് വരണമെന്ന് പോലും നമുക്ക് ഡിസൈഡ് ചെയ്യാം. 100 പേര് ഒരു കമൻറ്റ് ഇട്ടാൽ 101ാമത്തെ ആളുടെ സൈക്കോളജി ചിന്തിക്കൂ, ഇയാൾ ഇങ്ങനെയാണ് കേട്ടോ,
ഇത് നമുക്ക് നെഗറ്റീവായിട്ട് ഒരാൾക്ക് വേണ്ടി ചെയ്യാം, പോസിറ്റീവായിട്ടും ചെയ്യാം. പോസിറ്റീവായിട്ട് സെൽഫ് PR ചെയ്യുന്നവരുണ്ട്. എനിക്കിത് ഉള്ളിലൊരു കുത്താണ് ചേച്ചി. നമ്മളെപ്പറ്റി നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മളെക്കുറിച്ച് നല്ല എഴുതിപ്പിക്കുന്നത്. എനിക്ക് പണ്ട് മുതൽ അത് പറ്റുന്നില്ല. ആ ചിലപ്പോൾ ഞാൻ ചെയ്തേക്കാം നാളെ. ഇനി നമുക്ക് ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഉള്ളിലൊരു സന്തോഷമുണ്ട്. അതായത് എന്തെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് നാച്ചുറലായിട്ട് ഉള്ളതേ തന്നിട്ടുള്ളൂ. പക്ഷെ എപ്പോഴെങ്കിലും ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഇതാണ് ഞാനെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ചില ആൾക്കാരുടെ സ്വഭാവം ചിലപ്പോൾ മാറിപ്പോവും. അത് എപ്പോഴെങ്കിലും പബ്ലിക്കിൽ ഇത് മനസ്സിലാവില്ലേ, ഓ ഇവരുടെ ആ ഒരു എങ്ങനെ ദേഷ്യമൊക്കെ കൺട്രോൾ ഇല്ല. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു 6 മാസത്തിന് മുന്നേ ഉള്ള ഞാനല്ല ഇപ്പോൾ. ഇനി അടുത്ത 6 മാസം കഴിയുമ്പോഴേ എൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്നില്ല. സ്വഭാവം എന്നുള്ളതല്ല, ബേസിക് എല്ലാവർക്കും സെയിം ആയിരിക്കും. പക്ഷെ നമ്മൾക്കൊരു ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അതിനോട് നമ്മൾ പ്രതികരിക്കുന്ന രീതിക്കൊക്കെ പല മാറ്റങ്ങളും എവല്യൂഷൻ കൊണ്ട് സംഭവിക്കാം. ആ എവല്യൂഷൻ്റെ പാർട്ടായിട്ടാണ് ഞാൻ നിന്നിട്ടുള്ളത്. അതായത് അന്ന് ഞാൻ എങ്ങനെയാണോ അത് ഞാൻ അങ്ങനെയായിരുന്നു, ഇന്ന് ഞാൻ ഇങ്ങനെ, അത് ഞാൻ ഇങ്ങനെയാണ്. അപ്പോൾ ബേസിക്കലി ഇത് ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു ഞാൻ ഇങ്ങനൊരു ഇമേജിൽ ഞാൻ ഇനി ഫുൾ ടൈം അങ്ങനെ ആയിരിക്കും. അന്ന് ഞാൻ ചെയ്തിട്ടില്ല, അതിനെ കൊണ്ട് പറ്റൂല എന്ന് തോന്നുന്നു. കാര്യം അത് പിന്നെ ഭയങ്കര അഭിനയമാണ്, അത് കഷ്ടപ്പാടാണ്, കഷ്ടപ്പെട്ടു പോകും അതൊക്കെ അങ്ങനെ ചെയ്യേണ്ടി. അമ്മോടെ കേട്ടല്ലോ പെരുമാറ്റൊക്കെ അകത്തും പുറത്തും ഒക്കെ. എല്ലാവരും അമ്മ വെച്ചെങ്കിൽ വളരെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഷെയ്ൻ്റെ ജീവിതത്തിൽ അല്ലേ, എല്ലാത്തിനും കൂടെ നിന്നിക്കണം. അപ്പോൾ അമ്മയോടുള്ള പെരുമാറ്റം വീട്ടിലെങ്ങനെയാണ്? ഇവിടെ ചിലവർക്കൊക്കെ പെരുമാറ്റച്ചട്ടത്തിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. വീട്ടില് ഉള്ള പോലെ വലിയ വ്യത്യാസമൊന്നുമില്ല. അമ്മമാരോടല്ലേ ആകെ നമുക്ക്. അമ്മ എല്ലാത്തിനും മെക്കട്ടൊക്കെ അമ്മയുടെ മേത്തൊക്കെ. അങ്ങാടി തോറ്റ അമ്മയുടെ നെഞ്ചത്തേക്ക് ആരും എഴുതി വെച്ചത് കൃത്യം ഇപ്പോഴത്തെ ജനറേഷനാണ്, ഇൻക്ലൂഡിങ് യു. അതെ. പിന്നെ ഇപ്പൊ പഴയ അത്രയില്ല, പണ്ടത്തെ പോലെ ഇല്ല. ഈ പ്രായത്തിൽ ചീത്ത വെക്കാറുണ്ടോ അമ്മയുടെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് അവർ എത്തി. അതെ. എന്ത് ചെയ്താലും ഞാൻ ചെയ്യുന്ന വഴിക്കേ കൂടുന്നുണ്ടോ? ഞാൻ അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാ വീഴും, നല്ല രീതിയിൽ വീഴും, അപ്പം നടക്കാൻ പഠിക്കും. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി ഞാൻ ഇപ്പോൾ അപ്പുറത്ത് വെള്ളമുണ്ട്, എന്താ പോവല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ പോയിട്ട് വെള്ളത്തിൽ മുങ്ങിയിട്ട് എഴുന്നേറ്റ് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ പിന്നെ ബേസിക്കലി കേൾക്കണം. മീൻ ഇപ്പൊ നമ്മൾ കുറച്ചും കൂടെ ഒക്കെ അനുസരിച്ചൊക്കെ അനുസരിച്ച് തുടങ്ങി. ചോദ്യം ചോദിക്കാം, ചേട്ടൻ്റെ ഒരു ഫസ്റ്റ് ഡേ ഓൺ സെറ്റ് എങ്ങനെയായിരിക്കും? ബിക്കോസ് ഓഫ് കോഴ്സ് നമ്മൾ തുടങ്ങുമ്പോൾ ഓഫ് കോഴ്സ് ആ ഒരു പെർഫോമൻസ് എന്താണ് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ സിൻസ് യു എക്സ്പീരിയൻസ്ഡ് ആക്ടർ എങ്ങനെയാ ഒരു സൂപ്പർസെഷൻ ഉണ്ടോ ഒരു ഫസ്റ്റ് ഡേ ഓൺ സെറ്റ്? ഇപ്പോൾ ഫസ്റ്റ് ഡേ ഓൺ സെറ്റ് പഴയതിനേക്കാളും ടെൻഷനാണ് ഉള്ളതാണ്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയില്ലാത്തതിൻ്റെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ അറിയാവുന്നത് കൊണ്ടും ഓക്കെ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഓക്കെ ഇത്ര ജനങ്ങൾ ഇതിനെങ്ങനെ ഏറ്റെടുക്കും എന്നുള്ള ഒരു ടെൻഷൻ ഇതെല്ലാം ഉണ്ടാവും. കാര്യം ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അധികം കോമ്പറ്റീറ്റീവ് ആയി ഈ ഇൻഡസ്ട്രി. അത് ഞാനൊരു മോശം സെൻസിലല്ല പറഞ്ഞു, നല്ല കാര്യമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് കൊടുത്താൽ മാത്രമേ ഇന്ന് ആൾക്കാർ ശ്രദ്ധിക്കുകയുള്ളൂ. അതായത് പണ്ട് നമുക്ക് ഒരു ഗുഡ് സിനിമ നല്ല പടമായിരുന്നു എന്നുള്ളതല്ല. ഇന്ന് അങ്ങനെയല്ല, ബ്ലോക്ക് ബസ്റ്റർ സിനിമയേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു പൊളിഞ്ഞ പടം. ഇത് രണ്ടേ ഉള്ളൂ ഇന്ന്, ഒന്നുമില്ല ഇന്ന്. കാര്യം അതിൻ്റെ ഇടയിലുള്ള പടം ആൾക്കാർക്ക് എവിടെയും വേണ്ട, ആൾക്കാർ കാണണ്ട അങ്ങനത്തെ ഒരു പടം. കാര്യം അതല്ലാണ്ട് നല്ല പടങ്ങൾ ഇവിടെ ഉണ്ട്, ഏറ്റവും അടിപൊളി സിനിമകൾ കണ്ടാൽ മതി. അപ്പോൾ അതിന് നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് നമ്മൾ കൊടുക്കണമെന്നുള്ളൊരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എവിടെ ഒരു ഉള്ളിൻ്റെ ഒരു പ്രഷർ എനിക്ക് തോന്നുന്നു എല്ലാ ആർട്ടിസ്റ്റിനും ഉണ്ടാവുന്നു. അതെനിക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് അതിലേക്ക് സിങ്ക് ആവാനും ഡയറക്ടറിൻ്റെ കാഴ്ചപ്പാടിലേക്ക് ഒന്ന് അഡാപ്റ്റ് ആവാനും ഒക്കെ ഒരു ടെൻഷനായിരിക്കും എപ്പോഴും. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഫസ്റ്റ് 2-3 ദിവസം എടുക്കും അതൊന്ന് ഗ്രാജുവലി എനിക്ക് അതിലേക്കൊന്ന് സിങ്ക് ആവാൻ പറ്റും. പിന്നെ എനിക്ക് നീ ചോദിക്കാമെന്ന് വിചാരിച്ച ക്വസ്റ്റൻ എന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ഇവനെ മാതിരി ഒരു ഫിലിം മേക്കർ ഇപ്പോൾ ഒരു താങ്കളെമാരി ഒരാളുടെ അടുത്ത് ഒരു കഥ കേൾക്കാനായിട്ടുള്ള അപ്രോച്ചബിലിറ്റി എന്താണ്? പലർക്കും എത്തിപ്പെടണ്ടേ ഷെയ്നകത്തിലേക്ക്. ഒന്ന് താങ്കൾക്ക് മാത്രം താങ്കളുമാരി ഈക്വലി ആയിട്ടുള്ള എല്ലാ ആക്ടേഴ്സിനും അത് പ്രൊഡക്ഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണോ അതോ കഥയുടെ സ്ട്രെങ്ത് വേണോ എത്തിപ്പെടാൻ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക? അത് ഒരാൾ വന്നു പല മെസ്സേജസും വരുന്നുണ്ടാവും ഇൻസ്റ്റയിൽ, എനിക്ക് പലരും എനിക്കൊന്ന് ഇന്നാളെ കണക്ട് ചെയ്ത് തരുമോ എന്നോ? എൻ്റെ രീതി സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ കുറച്ചധികം ആൾക്കാരുടെ നമ്പർ ഉള്ളത് മദറിൻ്റെയാണ്.
മദറിൻ്റെ അടുത്ത് വിളിച്ചിട്ട് മദർ ഇപ്പോൾ എൻ്റെ ഒരു ഓഫീസ് നമ്പറുണ്ട്, അത് ഞാൻ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ഓഫീസ് നമ്പറാണ്. അതിലേക്ക് പടത്തിൻ്റെ പിച്ച് ഡെക്ക് അയക്കും. ഞാൻ ആ പിച്ച് ഡെക്ക് നോക്കിയിട്ട് അതിൽ തന്നെ അപ്പോയിൻമെൻറ്റ് കൊടുക്കും, വെരി സിമ്പിൾ, കാണാനുള്ള ഒരു അപ്പോയിൻമെൻറ്റ് കൊടുക്കും. അപ്പോൾ ഞാൻ ഫോണിൽ സംസാരിക്കില്ല, ജസ്റ്റ് മെസ്സേജ് ചെയ്യും, അത് ഇന്ന ദിവസം ഇന്ന ഡേറ്റിൽ കാണാം. നൈസ്. അത് ലൊക്കേഷൻ വെച്ച് കൊടുക്കും, അവർ വരും, കഥ പറയും. പിന്നെ ഇന്നിപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം അതർ ലാംഗ്വേജ് എന്നൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ പ്രൊഡക്ഷനും കൂടെ നോക്കും. കാര്യം പ്രൊഡക്ഷൻ ഇല്ലാണ്ട് വന്നിട്ട് ഇവരെന്താ സംഭവിക്കുന്നത് വെച്ചാൽ എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ടൊരു കഥയായിരിക്കും, ഇവരിത് ലോകം മുഴുവൻ അന്വേഷിച്ച് പ്രൊഡ്യൂസറിനെ അന്വേഷിച്ച് നടക്കും. അത് ബേസിക്കലി അത് നല്ലൊരു കാര്യമല്ല നമുക്ക്. കാര്യം അയാൾക്ക് പടത്തിന് പ്രൊഡക്ഷൻ ഇല്ല എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു ഇമേജിങ് വരിക. അപ്പോൾ അത് ബേസിക്കലി നല്ലതല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു പുതിയ ഡയറക്ടർ നല്ലൊരു കഥ പറഞ്ഞു എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷെ അപ്രോച്ച് ചെയ്ത് അത് ഓൾറെഡി പ്രൊഡക്ഷൻ ഒക്കെ ഉള്ള പ്രോജക്റ്റ്. അതാണ് എനിക്ക് തോന്നുന്നു, ഒരു നല്ലൊരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ ബേസിക്കലി കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. ഇത് നമുക്കിപ്പോൾ ഒരു ആക്ടറിന്റെ ഡേറ്റ് കിട്ടുന്നത് മാത്രമല്ല ഇന്നത്തെ ഒരു ടാസ്ക്. നമുക്ക് ഈ സിനിമ ഇപ്പോൾ എത്രയാണോ ബഡ്ജറ്റ് അതിൽ തീർക്കുന്നത് മാത്രമല്ല, ഇത് കഴിഞ്ഞ് ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കാനും കൂടെ കഴിവുള്ള ഒരു പ്രൊഡ്യൂസറാണോ, തിയേറ്ററിൽ പടം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡ്യൂസറാണോ, ഇതെല്ലാം ഇന്നത്തെ ഒരു കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പിച്ച് ടെക്ക് വായിക്കുമ്പോൾ ആ പിച്ച് ടെക്ക് അപ്പോൾ സ്റ്റോറി മാത്രമല്ലാണ്ട് അതിൻ്റെ ഒരു വിഷൻ കാണിക്കും, ട്രീറ്റ്മെന്റ് കാണിക്കും. അപ്പോൾ ട്രീറ്റ്മെന്റ് കിട്ടും. സോ കഥയാണോ ഇമ്പോർട്ടൻറ്റ് ഓർ അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് ആണോ ഇമ്പോർട്ടൻറ്റ്? ഇത് നോക്കുമ്പോൾ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കഥ ഞാൻ പറയട്ടെ, ചിലപ്പോൾ ഒരു ആവറേജ് കഥ ഓർ വെരി ബേസിക് കഥ ഉണ്ടായാലും അതിനൊരു ട്രീറ്റ്മെന്റ്, അതിൻ്റെ മേക്കിംഗ് വിൽ സേവ് ദ ഫിലിം. അപ്പോൾ കറക്റ്റാണ് ആ ഒരു തോട്ട്. ശരിയാണ്, അത് പറയുന്നത് കറക്റ്റാണ്. കാര്യം ഞാൻ പിന്നീട് ഒരു ടൈമിലൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര മറ്റേ അമാനുഷികമായ കഥകളൊന്നും അല്ല ഇന്നിപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും. ഓക്കെ, ഇന്ന് മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ലുക്ക് ആൻഡ് ഫീൽ, ഹൗ വി പ്രസന്റ് ദ മൂവി, ഇതെല്ലാം ഇന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. മീൻ കറക്റ്റായിട്ടൊരു ഓക്കെ സ്ട്രിക്റ്റ് ആയിട്ട് എനിക്ക് ഇതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് എല്ലായിടത്തും ഒരു ഗ്രേ ഏരിയ ഉണ്ടെന്ന് പറഞ്ഞാൽ. പക്ഷെ എൻ്റെ അടുത്ത് മലയാളത്തിലൊരു വലിയ പ്രൊഡ്യൂസർ ആക്ടർ പറഞ്ഞു, എല്ലാവർക്കും സിനിമ ഉണ്ടാക്കാൻ അറിയാം, കഥയുണ്ടോ എൻ്റെ അടുത്ത് വരാൻ പറ എന്ന് പറഞ്ഞു. അതിനോട് യോജിക്കുന്നുണ്ടോ? കഥ മാത്രമല്ലല്ലോ, ഈ വിഷനും കൂടി, ഈ പാക്കേജിങ് ഹാസ് ടു ബി ഡിഫറെന്റ്. പാക്കേജിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? പാക്കേജിങ് ആണ് ഇന്നത്തെ ഒരു അവസ്ഥയിൽ. കാര്യം ഞാൻ ആലോചിക്കുമ്പോഴത്തേക്കും ഇവർക്ക് ഈ നമ്മുടെ ഇപ്പോൾ വരുന്നൊരു ജനറേഷന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു സിനിമയുടെ ലുക്ക് ആൻഡ് ഫീലിലേക്ക് മാത്രമാണ് ഭ്രമിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്. അവർക്ക് അതിൻ്റെ ഒരു ഡെപ്തോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേറൊരു സാധനമോ അത് ചിലപ്പോൾ അവർക്ക് കിട്ടണമെന്നില്ല. അല്ലെങ്കിൽ അതിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നാൽ പിന്നെ അത്തരം പടങ്ങൾ തിയേറ്ററിൽ ഇറക്കാതിരിക്കുക. കാര്യം ഇന്ന് യൂത്ത് സിനിമയിൽ വരുന്നുള്ളൂ. നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പെരിമെന്റൽ പരിപാടി നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടോ, നിങ്ങൾ OTT ഇറക്കും. എന്തിനാ വെറുതെ അത്രയും പോസ്റ്ററിന്റെ പൈസ കളയണ്ട, UFO ഇതിലൊന്നും ക്യൂബിലൊന്നും ലോഡ് ചെയ്യണ്ട, അത്രയും പൈസ നമുക്ക് ലാഭമാണ്. എക്സ്പെരിമെന്റ് യു ഡു ഇറ്റ്, അങ്ങനെ ഒരു സ്പേസിൽ ചെയ്യും. പക്ഷെ നമ്മൾ യൂത്താണ് ഇന്ന് പടം കാണാൻ വരുന്നത്, അവർക്ക് വേണ്ടി സിനിമ ചെയ്താലേ അവരൊന്ന് വരുള്ളൂ. അത് നമ്മൾ ആ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഈ ക്വസ്റ്റ്യൻ ബിക്കോസ് നമ്മൾ ഇപ്പോൾ ക്രൈം ത്രില്ലേഴ്സ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് കുറേ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ആഫ്റ്റർ സം ആൻഡ് മലയാളത്തിൽ മോർ ദെൻ ആ സ്റ്റോറി, ഒരു ക്രൈം ത്രില്ലർ നമ്മൾ കാണുമ്പോൾ മോർ ദെൻ ദ സ്റ്റോറി, അതിനൊരു ലുക്ക് ആൻഡ് ഫീൽ, അതിനൊരു എൻവയൺമെൻറ്റ്, ഇപ്പോൾ ഈ പടത്തിൻ്റെ ആ നേച്ചറിൻ്റെ ഒരു റോൾ, അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത്. സോ അതാണ് ഞാൻ ചോദിച്ചത്, ലൈക്ക് വിൽ യു ഇസ് ഇറ്റ് ജസ്റ്റ് അബൌട്ട് ദ സ്റ്റോറി ഓർ അതിൻ്റെ ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ലുക്ക് ആൻഡ് ഫീൽ മാത്രമല്ലാണ്ട് ചില ക്യാരക്ടേഴ്സ് ആയെങ്കിലും ചില നുവാൻസസ് ഇല്ലേ നമ്മൾ ലേയേഴ്സ് ഇങ്ങനെ പറയുമ്പോൾ, സോ അതാണോ നോക്കുക ഓർ ജസ്റ്റ് സ്റ്റോറി ആണോ നമ്മൾ നോക്കണം? ഇപ്പം ഈ ദൃഢം സിനിമയുടെ സെറ്റിംഗ് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു ഗ്രാമം, അവിടെ ക്രൈം റേറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രൈം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലം എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. അപ്പൊ അങ്ങനെയാണല്ലോ തുടങ്ങാൻ പറ്റുള്ളൂ. സിനിമ ഇപ്പൊ ക്രൈം ത്രില്ലർ തുടങ്ങുമ്പോഴുള്ള ബേസിക് സാധനമാണ് അത്. അതായത് ശാന്തസുന്ദരമായ ഒരു സ്ഥലത്ത് എങ്ങനെ ഇനി ഡാർക്കാവുന്ന, എവിടെ പോയാലും പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞാൽ അപ്പൊ അയാൾ അവിടെ ചെന്തും തുടങ്ങി എന്ന് പറഞ്ഞാൽ എല്ലാരും ഭയങ്കര സഹകരണ. പിന്നെ കാണുന്നത് അല്ല, ബിക്കോസ് നമ്മൾ ഈ ജോണർ നമ്മൾ കുറെ മലയാളത്തിൽ കുറെ, ഞാൻ പറയട്ടെ, ഇത് മറ്റേ നിങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇതിലെന്താണ് ന്യൂ എന്ന് നിങ്ങൾ അന്വേഷിക്കുന്നത്. നിങ്ങൾ സിനിമ തീർന്നതിന് ശേഷമായിരിക്കാം നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് ഈ സിനിമ എന്നുള്ളത്. കാര്യം ഇത് ചെന്നെത്തിക്കുന്ന ഒരു പോയിന്റ് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാനും ഉറപ്പായിട്ടും ഇപ്പോൾ ജിത്തു സാർ എന്തിനായിരിക്കും ഇത് ചെയ്യാൻ തയ്യാറായെന്ന് ആലോചിച്ചത്. ആ പോയിന്റ് തന്നെയാണ് എനിക്കും ഈ സിനിമ അഭിനയിക്കണം എന്നുള്ളൊരു
ചിന്തയുണ്ടായത്. ഐ തിങ്ക് ഏതൊരാൾക്കും പുതിയൊരു എന്താ പറയുക ജോലിക്ക് കടക്കുമ്പോൾ പാസ് ചെയ്യാകുന്ന എല്ലാവർക്കും റിലേറ്റഡ് ആണ്. താങ്കൾ പോലീസ് ഓഫീസർ ആണെങ്കിലും ഒരു IT ഏത് ജോലി ചെയ്യുന്നവർക്കും ഏത് ജോലി ആൾക്കാർക്കും അല്ലേ. അതെ. പിന്നെ ഈ കഥ നടക്കുന്നത് ഓഫ് കോഴ്സ് ഇതൊരു ഗ്രാമത്തിലാണ്, പോലീസ് സെറ്റിങ്ങിലായിരിക്കും ഈ ഒരു കഥ നടക്കുക. പക്ഷെ ഈ ക്യാരക്ടറിനെ റിലേറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും സാധിക്കും. വിജയ് രാധാകൃഷ്ണൻ കി ജയ്. അതെ, വിജയ് രാധാകൃഷ്ണൻ കി ജയ്. എന്തെങ്കിലും ചോദിക്കാണ്ടോ നീ? ഒന്നുമില്ലേ? എല്ലാം ചോദിച്ചോ. എന്നാ ഇനി സിനിമയൊക്കെ എന്നാ വരിക? ഒരു ഷോർട്ട് ഫിലിം ഇപ്പോൾ മേക്കിങ്ങിലാണ്, പോസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങി. സോ ഹോപ്പ്ഫുള്ളി സം ടൈം സൂൺ. അത് ഇനിയിപ്പോ പ്രിവ്യൂ വിളിക്കാട്ടോ. അപ്പൊ അങ്ങനെ എന്താ ജോണർ? ഇത് ഫസ്റ്റ് ടൈം കുറച്ച് മാറ്റി പിടിക്കുകയാണ്. ഞാൻ യൂഷ്വലി ഈ സസ്പെൻസ് ത്രില്ലർ ആ ഒരു സോണിലായിരുന്നു. ഇപ്പോൾ ഒരു കോമഡി ഫുൾ ഡാർക്ക് ഹ്യൂമറിലാണ്. എന്നെ അഭിനയിപ്പിക്കാൻ വിളിച്ചുട്ടാ. എന്നിട്ട് അപമാനം എന്നാ പൈസ തരുമോ? അതുമില്ല. പക്ഷെ നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അതെന്തിനറിയോ, എന്നെ അപമാനിച്ചിട്ട് ഈശ്വര ഞാൻ ഇത്ര അപമാനം വീട്ടിൽ നിന്ന് പുറത്തുള്ള ആൾക്കാർക്ക് എന്നോട് എന്ത് ഇട്ടറിയും. ഇതാണ് വീട്ടിലെ അവകാശം. പക്ഷെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ആ ലൈക്ക് ഷീ കെയിം ടു കൊച്ചി നൈറ്റ് ഷൂട്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒരു 12 o'clock സംതിങ് യു റീച്ച്. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് വേണ്ടി റോൾ ആ ക്യാരക്ടർ എഴുതിയതാണ്. ശരിക്കും അപ്പോൾ തന്നെ എഴുതിയതാണ്. തെളിവുണ്ടാക്കാൻ പറ്റിയ നോക്ക്. ഞാൻ അന്വേഷിക്കാനും വരാം. എനിക്കിപ്പോൾ അതാ പരിപാടി. അപ്പൊ അങ്ങനെ ഒരു സിനിമ ഇപ്പൊ ഈ വിജയ് രാധാകൃഷ്ണൻ സിനിമ എല്ലാ ക്യാരക്ടറെ എത്ര ദിവസം മനസ്സിൽ നിൽക്കും, കൂടെ നിൽക്കും? ഈ സിനിമ ഷൂട്ടിങ് കഴിഞ്ഞു, എഡിറ്റിംഗ് കഴിഞ്ഞു, ഡബിങ് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് ഇപ്പൊ അന്നൊക്കെ തന്നെ വിടും. അന്നു വിടും. അന്നു വിടാനുള്ള ധൈര്യത്തിൽ. ആരെങ്കിലും ഇപ്പോഴും മനസ്സ് കുത്തി കയറി ഇരിപ്പുണ്ടോ? ആരുമില്ല. ഇനിയിപ്പോ അടുത്ത, അല്ലെങ്കിൽ ഇതെന്താന്ന് വെച്ചാൽ അടുത്ത ചെയ്യണ്ടേ? തെലുങ്കാന. അതും ഭാഷ തന്നെ മര്യാദക്ക് പറയാൻ പറ്റണില്ല. ഞാൻ തെലുസു കൊത്തില്ല മറ്റേതാണ്, കന്നഡയാണ്. ഇത് മറ്റേ നാക്കു തെലുസു അറിയാം. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. പ്രേമമാണോ ആക്ഷൻ ആണോ? എല്ലാം ഉണ്ട്. ആക്ഷൻ പടം, ആക്ഷൻ പടമാണ്. ഹൗ റൊമാൻറ്റിക് ആയി ഇങ്ങനെ സെറ്റിലൊക്കെ ഈ സ്ത്രീകളുടെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ റൊമാൻസ് നന്നായി വരുമോ? പാടില്ല എന്നുള്ളതാണ്. റൊമാൻസ് വരാൻ പാടില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് അഭിനയിക്കാനേ പാടുള്ളൂ. അതാ ഞാൻ ചോദിച്ചത്. സെറ്റിൽ പോയി പ്രേമിക്കാൻ ഞാൻ പറഞ്ഞില്ല. അല്ല, സെറ്റില് ഞാൻ ഉദ്ദേശിച്ചത് റൊമാൻസ് അഭിനയിക്കുമ്പോൾ അല്ല, അഭിനയിക്കുന്നത് നിങ്ങൾക്ക് കാണാലോ എന്താണ്. എന്നാലും അത് ആർ യു റൊമാൻറ്റിക് ഇൻസൈഡ്? ഇടയ്ക്കൊക്കെ വളരെ അപൂർവം ചില സമയം. പക്ഷെ കുറെ മെസ്സേജുകളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നല്ലേ, ചേട്ടായി ലവ് യു എന്നൊക്കെ. എന്നിട്ട് അതൊക്കെ തിരിച്ചെത്തരും. വേണ്ട മറുപടി പറയാറില്ല. അപ്പൊ അങ്ങനെ എന്തായാലും കുറെ ചിരിച്ചു, ഞാൻ സന്തോഷായി. നന്നായിരുന്നു. അല്ല അങ്ങനെയല്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഒരു ഫസ്റ്റ് ടൈം ഇന്റർവ്യൂ ഏർലിയർ ജെയ്മി ഫിലിം ക്രിട്ടിക്കിനെ. ഇന്റർവ്യൂ അല്ലല്ലോ, അത് ഓൺലൈനായിട്ട് പ്രോപ്പർ ക്യാമറ സെറ്റപ്പിൽ ഫസ്റ്റ്. ഞാൻ മോസ്റ്റ്ലി ബിഹൈൻഡ് ദ ക്യാമറ ആയിരിക്കും, ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. സോ ഇനിയിപ്പോ ഒരു ദിവസം ആതിരെ നോക്കിക്കോ, പിന്നാലെ നിന്ന് എന്തായി എന്റെ കാണിച്ചു തരൂ, ഞാൻ നോക്കട്ടെ, എന്റെ ലൈറ്റിംഗ് ഇതായിരിക്കുള്ളൂ. ഇനി എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ഞങ്ങൾ 1.5 കൊല്ലം കൂടുമ്പോഴേ കാണുള്ളൂ. താങ്ക് യു.